എറണാകുളം വൈറ്റിലയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അതിലേക്ക് ജനങ്ങളിലാകെ ഉയർന്നു വന്നു. ആ വികാരമാണ് BJP മുതലാക്കിയത്. BJP അസംതൃപ്തരായ ജനങ്ങളുടെ മുന്നിൽ ഒട്ടേറെ വാഗ്ദാനങ്ങളുമായി രംഗപ്രവേശം ചെയ്തു. കൃഷിക്കാരോട് പറഞ്ഞു, കോൺഗ്രസ്സാണ് കൃഷിക്കാരെ ഈ നിലയിലാക്കി. അവർ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞു, അവരധികാരത്തിലേറിയാൽ ചെയ്യുന്ന കാര്യം. കൃഷിക്കാരോട് പറഞ്ഞത്, കാർഷികോൽപ്പന്നത്തിന് എന്താണോ യഥാർത്ഥ കാർഷിക ചെലവ് അതിൻ്റെ കൂടെ 50% കൂടി ചേർത്ത് കിട്ടുന്ന സംഖ്യ താങ്ങുവിലയായി നിശ്ചയിക്കും. ഇങ്ങനെയുള്ള ഒട്ടേറെ വാഗ്ദത്തങ്ങൾ എല്ലാവർക്കും നൽകി. ജനങ്ങളോടാകെ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ കള്ളപ്പണമുണ്ട്, പക്ഷേ കള്ളപ്പണം പിടിക്കാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസ് കള്ളപ്പണക്കാരെ സംരക്ഷിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കള്ളപ്പണം ഉടനെ പിടിക്കും. കള്ളപ്പണം പിടിക്കുന്നതല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം വീതം വർദ്ധിക്കും. ഇതായിരുന്നു വാഗ്ദത്തത്തിൻ്റെ സാമ്പിൾ. BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ തെരഞ്ഞെടുപ്പിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഒരു കാര്യവും ആലോചിച്ചിട്ടില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങളത്തെ പ്രകടന പത്രികയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താണ് നടപ്പാക്കാത്തത്? അപ്പോൾ തിരിച്ചൊരു ചോദ്യമാണ് അവർ, പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാനാണോ? അത് തെരഞ്ഞെടുപ്പ് പ്രചരണമല്ലേ? ഇതാണ് BJP സ്വീകരിച്ച സമീപനം. നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ല. നാം ആലോചിക്കേണ്ടത്, എന്തുകൊണ്ടാണ് 2009 മുതൽ 2019 വരെയുള്ള ഈ 10 വർഷക്കാലം നമുക്ക് ഒരേ രീതിയിലുള്ള പീഡനം അനുഭവിക്കേണ്ടി വന്നത്? എന്തുകൊണ്ട് നമ്മൾ ഈ 10 വർഷവും ദുരിതം അനുഭവിക്കേണ്ടി വന്നു? ഇതിനിടയ്ക്ക് ഗവൺമെൻറ് മാറ്റമുണ്ടാകുന്നു. വലിയ ദുരിതം സമ്മാനിച്ച ഗവൺമെൻറ്റിനെ മാറ്റി മറ്റൊരു ഗവൺമെൻറ് വരുന്നു. പക്ഷേ ദുരിതത്തിന് മാറ്റമില്ല. എന്തുകൊണ്ടാണത്? അങ്ങനൊരു പരിശോധന നമ്മൾ നടത്തുമ്പോഴാണ് അതിനിടയാക്കിയത് നമ്മുടെ ഈ 2 കക്ഷികൾക്കും ഒരേ നയമാണ് എന്ന് കാണാൻ കഴിയുക. കോൺഗ്രസിൻ്റെ നയം അത് നവ ഉദാരവൽക്കരണ നയമായിരുന്നു. ആ നവ ഉദാരവൽക്കരണ നയമാണ് ഇവിടെ BJPയും അംഗീകരിച്ചിട്ടുള്ളത്. നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ പ്രത്യേകത, അതിൽ കർഷക ദ്രോഹമുണ്ട്, തൊഴിലാളി ദ്രോഹമുണ്ട്, അധ്വാനിക്കുന്നവർക്കെതിരെയുള്ള ദ്രോഹമുണ്ട്. അനുകൂലം ആകെ കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കുമാണ്. അപ്പോൾ BJPയുടെ സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങി അതേ നയത്തോടെ ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നുകൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല, ജനങ്ങളുടെ ദുരിതം മാറില്ല. അതിന് ഒരു ബദൽ നയത്തോടെയുള്ള മതനിരപേക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിൽ വരണം. ഇതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ ജനങ്ങൾ രക്ഷപ്പെടൂ. കോൺഗ്രസ് ഇവിടെ ഒട്ടേറെ വാദങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്കറിയാം അവരുടെ അവസ്ഥ എന്താണ്. വിശദമായി ആ കാര്യത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതായിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഞാനൊരു പരസ്യം കണ്ടു, ഒരു സ്ഥാനാർത്ഥിയുടെ പരസ്യം, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരസ്യം. ആ പരസ്യം
ആ സ്ഥാനാർത്ഥി കാലു മാറില്ല എന്ന് പറയുന്നൊരു പരസ്യമാണ്. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. ഇത്തരം ആളുകളാണ് കോൺഗ്രസ്സിലുള്ളത്. ഇതെന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്? എന്താണ് കോൺഗ്രസിൻ്റെ സ്ഥിതി നമ്മുടെ രാജ്യത്ത്? ഇപ്പോൾ ബി ജെ പി എടുത്ത് പരിശോധിച്ചാൽ അവരുടെ മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, നേതാക്കൾ, അതിൽ ഗണ്യമായ ഭാഗം കോൺഗ്രസിൽ നിന്ന് പോയവരാണല്ലോ. എ കെ ആന്റണി പറയുന്നു അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടക്കുന്ന പ്രചരണമാണ്. ആണോ? AICC നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരായിരുന്നവർ, സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരായിരുന്നവർ, സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായിരുന്നവർ, ഇങ്ങനെ എല്ലാ തലത്തിലുമുള്ള നേതാക്കളല്ലേ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്, BJP യിലേക്ക് പോയിരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് കോൺഗ്രസ് പാർട്ടി വിടാനും BJP യിൽ ചേക്കാറാനും ഒരു വിഷമവും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത്? ഇപ്പോൾ ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അധിക കാലമായിട്ടില്ലല്ലോ അത്. അവിടെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ്സുകാരായിരുന്നു. പക്ഷേ ഗവൺമെൻറ് രൂപീകരിച്ചത് BJP യുടെ ഗവൺമെൻറ്റാണ്. എങ്ങനെയാണ് അത് കഴിഞ്ഞത്? BJPക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് കുറവുള്ള എണ്ണം എത്രയാണോ അത്രയും എണ്ണം MLA മാർ, അതിൽ കുറച്ച് കൂടുതൽ കോൺഗ്രസിൽ നിന്ന് നേരെ BJP യിലേക്ക് പോയി. ഇത് നമ്മൾ ഓർക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല, തിരിച്ച് മണ്ഡലത്തിലേക്ക് പോയില്ല. കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് നാട്ടുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. ആ വിജയിച്ച സ്ഥാനാർത്ഥിയാണ് നേരെ BJP യിലേക്ക് പോകുന്നത്. ഇങ്ങനെയൊരു പാർട്ടിയെ കാണാൻ പറ്റുമോ? ഇപ്പോൾ ത്രിപുരയിൽ മരുന്നിന് കൂട്ടാൻ BJP ഉണ്ടായിരുന്നില്ല. എന്താ അവിടെ സംഭവിച്ചത്? കോൺഗ്രസ്സാണ് പ്രതിപക്ഷത്ത്. കോൺഗ്രസ് ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ്, ആ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അംഗങ്ങളുമെല്ലാം BJP ആയി. കോൺഗ്രസിൻ്റെ നിയമസഭാംഗങ്ങൾ ആകെ BJP ആയി. കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹവും അവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലെ ഏറെക്കുറെ എല്ലാ അംഗങ്ങളും BJP ആയി. ഒരു പാർട്ടി ആകെ ഒന്നിച്ച് BJP ആയി. ഇത് കോൺഗ്രസ് അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് സംഭവിക്കുമോ? ആ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള സംസ്ഥാനങ്ങളെല്ലാം എടുത്തു നോക്കി, അവിടെയൊന്നും BJP വലിയ ശക്തിയായിരുന്നില്ല. കോൺഗ്രസിന്റെ മന്ത്രിസഭയായിരുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, മന്ത്രിമാര്, മന്ത്രിസഭ, അതേ നിയമസഭ, പുതിയ തെരഞ്ഞെടുപ്പൊന്നും വന്നില്ല, അതേ നിയമസഭ, കുറേ മന്ത്രിമാര്, MLA മാര് എല്ലാം കൂടി BJP ആയി. അതേ നിയമസഭയിൽ BJP മന്ത്രിസഭ വന്നു. ഇപ്പം എല്ലായിടവും BJP മന്ത്രിസഭ. ഇങ്ങനൊരു നാണം കെട്ടൊരവസ്ഥ ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ? കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടമാണ് ഞങ്ങൾ BJPക്കെതിരെ നടത്തുന്നതാണല്ലോ കോൺഗ്രസ് പറഞ്ഞിരുന്നത്. ഇലക്ഷൻ മത്സരം നടന്നു. തെരഞ്ഞെടുപ്പിൽ കുറച്ച് പേര് ജയിച്ചു. ആ ജയിച്ചതിൽ 5 MLA മാര് ഇപ്പോൾ BJPയിലാണ്. ഈ അടുത്ത ദിവസം മഹാരാഷ്ട്രയിൽ ഒരു വാർത്താ മാധ്യമങ്ങൾ കൊടുത്തല്ലോ. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. അവിടുത്തെ കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ്, മാധ്യമങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് BJPയിലെത്തി. തൊട്ട പിറ്റേ ദിവസം പിന്നെയും വാർത്ത, അദ്ദേഹം തിരിച്ചു കോൺഗ്രസിലെത്തി. ഇതെങ്ങനെ ഇത് രണ്ടും നടക്കുക?
പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ എങ്ങനെ BJP-യിൽ എത്തുന്നു? എത്തിയാളുടെ പിന്നാലെ ഇവരെല്ലാവരും കൂടി ഓടി കുറേ വാഗ്ദത്തങ്ങളൊക്കെ നൽകി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എത്ര കാലം നിൽക്കും? നിങ്ങളെ നാക്കിൻ തുമ്പിൽ ഒരുപാട് ആളുകളുടെ പേര് നമ്മുടെ നാട്ടിലുള്ളവരുടെ വരുന്നുണ്ടാവും. ഈ അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ട പേരുകൾ. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ, BJP-യിൽ എത്താൻ പോകുന്നു, എത്തി എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പോകുന്നില്ല, അദ്ദേഹം പോകുന്നില്ല, ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഇത്തരം ആളുകൾ എന്ത് നിലപാടെടുക്കും? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുള്ളത്? കോൺഗ്രസിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ, BJP-ക്കെതിരെ, വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? വർഗീയതയുമായി സമരസപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ നേരെ BJP-യിലേക്ക് ചേക്കേറുന്നതിന് മടിയില്ല. ഇനിയും പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നാം വോട്ട് ചെയ്യുമ്പോൾ അതിൽ വിശ്വാസ്യതയാണ് വളരെ പ്രധാനം. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കലാണ് ഏറ്റവും പ്രധാനം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവരെ മാത്രമേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്ന് പാർലമെന്റിലേക്ക് അയക്കാൻ പാടുള്ളൂ. ഈയൊരു വ്യക്തമായ ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. BJP-യെ പരാജയപ്പെടുത്തുന്ന കാര്യത്തിൽ ശരിയായ നിലപാടാണോ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സ്വീകരിക്കുന്നത്? രാഹുൽ ഗാന്ധി ആണല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ്. രാജ്യത്താകെ സ്വീകരിച്ചുള്ള നിലപാട് എന്താണ്? വിവിധ സംസ്ഥാനങ്ങളിൽ BJP-യെ പരാജയപ്പെടുത്തണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൽ ആത്മാർത്ഥതയോടെ അണിനിരക്കാൻ ചിലയിടത്ത് കോൺഗ്രസിന് കഴിഞ്ഞോ? ഇപ്പോൾ ഉത്തർപ്രദേശിൽ സാധാരണ ആളുകൾ പറയാറുള്ളത് ഉത്തർപ്രദേശ് ആരാണോ ജയിക്കുന്നത് അവരാണ് രാജ്യം ഭരിക്കുക എന്നാണ്. കാരണം 80 സീറ്റാണ് അവിടെ. ആ 80 സീറ്റുള്ള അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ കർമ്മമണ്ഡലമായ അമേത്തി. അവിടെ ഒരു മഹാസംഭവം നടന്നു. അവിടുത്തെ ഏറ്റവും പ്രധാന ശക്തികൾ, ഒന്ന് SP, മറ്റൊന്ന് BSP, അവർ രണ്ടു കൂട്ടരും ഒന്നിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. BJP-യെ പരാജയപ്പെടുത്തലാണ് ഇന്നത്തെ ദേശീയ ആവശ്യം എന്ന് കണ്ടുകൊണ്ട് അവർ ഒന്നിച്ചു നിന്നു. അതിൻ്റെ കൂടെ അവർ കോൺഗ്രസിനെയും കൂട്ടാൻ ശ്രമിച്ചു, നിന്നില്ല. അതുമായി കോൺഗ്രസ് സഹകരിച്ചില്ല. അപ്പോൾ അവർ മാന്യത കാണിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ജയിച്ച സീറ്റ് 2 ഉണ്ട്, 80-ൽ 2 സീറ്റാണ് അവർ ജയിച്ചിട്ടുള്ളത്. ആ ജയിച്ച 2 സീറ്റുണ്ട്, അവിടെ നിങ്ങൾ മത്സരിക്കുക, ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ സീറ്റ് ഏകപക്ഷീയമായി അവർക്ക് വിട്ടുകൊടുത്തു. എന്നാലെങ്കിലും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്ത ഉൾക്കൊണ്ട് നിലപാട് സ്വീകരിക്കണ്ടേ? ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടെന്താ? BJP-ക്കെതിരെ ഉള്ള വോട്ടുകൾ ശിഥിലീകരിക്കാനുള്ള നീക്കങ്ങളാണ്. എന്തായിരിക്കും അതിൻ്റെ ഫലം? കോൺഗ്രസിന് എന്ത് മെച്ചാണ് ഉണ്ടാകുക നാട്ടുകാർക്കെല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നത് 1-2 സീറ്റ് BJP-ക്ക് വർദ്ധിപ്പിക്കാനാവും. ഇതാണ് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനം. ആ സമീപനവും കൊണ്ട് നമ്മുടെ രാജ്യത്ത് BJP-യെ പരാജയപ്പെടുത്തുക എന്ന രാജ്യത്തിൻ്റെ ആകെ ലക്ഷ്യത്തോടൊപ്പം നിൽക്കാനാകാതെ വരുന്നത് എന്തുകൊണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയേണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നിരിക്കുന്നു.
എന്താ അതിൻ്റെ അർത്ഥം? എന്ത് സന്ദേശമാണ് നൽകുക? ഞങ്ങൾ ആദ്യമേ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആർക്കെതിരെ മത്സരിക്കാനാണ് വരുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പരാജയപ്പെടുത്തേണ്ടത് എന്ന സന്ദേശം, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്ന സന്ദേശം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തേണ്ട ഒന്നാണോ? ഇന്ന് രാജ്യം നേരിടുന്ന വർഗീയതയുടെ വിപത്ത്, ആ വർഗീയതയുടെ വിപത്തിനെ നേരിടുന്നതിൽ ഇടതുപക്ഷമല്ലേ കൈമേയി മറന്ന് മുന്നിട്ടിറങ്ങി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അത് രാജ്യമാകെ അംഗീകരിക്കുന്ന കാര്യമല്ലേ? നിങ്ങളെന്തേ ആ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വന്നത്? വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ആകെയുള്ള BJPയെ പരാജയപ്പെടുത്താനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില വിദണ്ഡവാദങ്ങൾ ഇവിടെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ഉയർത്തുകയുണ്ടായി. നല്ലൊരു പരിഹാസ്യമല്ലേ? നിങ്ങളെ നേരിടാൻ BJP ഉണ്ടോ അവിടെ? പേരിനെങ്കിലും ഒരു BJP സ്ഥാനാണോ? അത്തരമൊരു സ്ഥലത്തല്ലേ മത്സരിക്കാൻ വന്നിരിക്കുന്നത്? അപ്പൊ നമ്മുടെ രാജ്യമാകെ ഉയർത്തുന്ന പൊതുവികാരത്തിൻ്റെ കൂടെ നിൽക്കാൻ ഇപ്പോഴും പൂർണ്ണമായി കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് അമ്മമാർ പ്രത്യേകിച്ചും TV ഓൺ ചെയ്യാൻ സമ്മതിക്കില്ല. ഇതന്ന്. ഇന്നോ ഏതെങ്കിലും കോണിലൂടെ എന്തെങ്കിലും ജീർണത പടരുന്നതായി നമ്മൾ കണ്ടോ? ഉന്നതമായ ബദൽ രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ നാട്ടിൽ. അതാണ് ബദൽ നയത്തിൻ്റെ പ്രത്യേകത. ഭരണ നടപടികൾ പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിൽ സാമ്യത കാണാനാവൂ? പ്രകടമായ മാറ്റമല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് 2016 തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ ജനങ്ങളാകെ വല്ലാത്ത നിരാശയിലായിരുന്നു. എന്തായിരുന്നു അക്കാലത്തെ ആളുകളുടെ മനോഭാവം? ഇവിടെയൊന്നും നടക്കില്ല, ഒരു കാര്യവും നടക്കില്ല, ഒരു കാര്യവും നടത്താൻ അനുവദിക്കുകയില്ല, ഈ നാട് ഇങ്ങനെയായിപ്പോയി, ഇങ്ങനെയുള്ള കുറേ ശാപവാക്കുകളായിരുന്നു വരിക. കാരണം അത്ര കടുത്ത നിരാശയായിരുന്നു ആളുകൾക്ക്. ഇപ്പോഴോ ഇപ്പം നിരാശ പോയി പ്രത്യാശയായില്ലേ? നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം നടക്കും എന്നുറപ്പായി കരുതുന്ന നില വന്നില്ലേ? ഇതല്ലേ മാറ്റം? ഇത് രണ്ടും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വെറുതെ ആളുകൾക്കുണ്ടായ തോന്നലല്ല. ഇപ്പൊ നാഷണൽ ഹൈവേ വികസനം അന്ന് നടക്കില്ല എന്ന് കരുതി, ഇന്ന് നടക്കില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഉറപ്പായി നടക്കും എന്നല്ലേ കരുതുന്നത്. നമ്മുടെ ജലപാത കോവളം മുതൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ വരെ 600 കിലോമീറ്റർ നീളത്തിലുള്ള ജലപാത ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. എത്രയോ കാലമായിട്ട് അങ്ങനെ കിടക്കുന്നതാണ്. ഇപ്പോഴോ അടുത്ത വർഷം 2020 അത് പൂർത്തിയാകുന്നു. കോവളത്തുനിന്ന് ബോട്ടിൽ പുറപ്പെട്ടാൽ ബേക്കലിലെത്തും. ആ നില വരാൻ പോകുന്നു. മാറ്റമല്ലേ? കേരളത്തിന് രണ്ടറ്റം, ഒന്ന് തീരദേശം, മറ്റൊന്ന് മലയോരം. ഈ രണ്ടിടത്തും ഓരോ ഹൈവേ, തീരദേശ ഹൈവേയും മലയോര ഹൈവേയും പൂർത്തിയാക്കാൻ 10,000 കോടി രൂപ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു സമയബന്ധിതമായി പൂർത്തിയാക്കാൻ. നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു അത്തരമൊരു പദ്ധതി? ഈ LDF സർക്കാർ അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ആർക്കെങ്കിലും ഊഹിക്കാൻ പോലും പറ്റുമായിരുന്നു? ഗെയിൽ പൈപ്പ് ലൈൻ നടക്കില്ല എന്ന് കരുതിയൊരു കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. കൂടംകുളത്തു നിന്നുള്ള പവർ ലൈൻ 400 kV ലൈൻ, ആ 400 kV ലൈൻ പൂർത്തിയായി എന്നും പറയാ, പൂർത്തിയായില്ല എന്നും പറയാ. എന്താ അങ്ങനെ പറയുന്നത്? ഒരു ടവറാണ് ഇനി പൂർത്തിയാകാനുള്ളത്. അത് ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കുഴപ്പം കൊണ്ടല്ല,
അതിനൊരു സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജി കേട്ടുകഴിഞ്ഞു, വിധി പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. വിധി എപ്പോൾ വരുന്നോ അതോടെ ആ പ്രശ്നവും തീർന്നു. ഇതല്ലേ എത്ര പദ്ധതികൾ, ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ നാടിൻ്റെ ഇത്തരത്തിലുള്ളൊരു മാറ്റം ഈ LDF ഗവൺമെൻറ് അല്ലെങ്കിൽ വരുമായിരുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. നാടിൻ്റെ വികസനം അത് സംബന്ധിച്ച് LDF നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അത് സാമൂഹ്യനീതി അധിഷ്ഠിതമാണ്, സർവതല സ്പർശിയായിരിക്കും, സമഗ്രമായ വികസനമായിരിക്കും. എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ ഭാഗമാകാത്ത ഒരു പ്രദേശമോ ജനസമൂഹമോ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. എല്ലാവർക്കും അനുഭവിക്കാവുന്ന വികസനം. നമ്മളിവിടെ 4 മിഷനുകൾ നേരത്തെ പറഞ്ഞു. എല്ലാറ്റിനെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, ഒന്നിനെ പറ്റി മാത്രം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞു പോകുന്നു ഓരോ വർഷവും. ചില വിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നു. പൊതുവിദ്യാഭ്യാസ താല്പര്യരെല്ലാം വല്ലാതെ വേദനിച്ചൊരു കാര്യമായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ സർക്കാർ ആരംഭിച്ചത്. അതിൻ്റെ കൂടെ നാട്ടുകാരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അധ്യാപകരും എല്ലാം അങ്ങ് ചേർന്നു. എന്താ ഫലം? 2 വിദ്യാഭ്യാസ വർഷാരംഭമാണ് അതിനുശേഷം പിന്നിട്ടത്. ഈ 2 വിദ്യാഭ്യാസ വർഷം ഉണ്ടായ കാര്യം 3,41,000 കുട്ടികൾ, മറ്റു സ്കൂളുകളിലുള്ളവർ അവിടുന്ന് വിട്ട് ഈ പൊതുവിദ്യാലയങ്ങളിൽ വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനൊരു മാറ്റം സംഭവിച്ചത്? ആളുകൾക്കെല്ലാം ബോധ്യമായി. അവരുടെ കൺമുന്നിൽ കാണുന്നു സ്കൂളിൻ്റെ മാറ്റം, പശ്ചാത്തല സൗകര്യത്തിലുണ്ടായ മാറ്റം, അക്കാദമിക് നിലവാരത്തിലുണ്ടായ മാറ്റം. കുടുംബങ്ങളും രക്ഷിതാക്കളും കുട്ടി അവിടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കുട്ടികൾ തന്നെ അവിടെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതല്ലേ മാറ്റം? ഇത്തരമൊരു മാറ്റം സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ ബദൽ നയം കൊണ്ടാണ്. ഈ മാറ്റം തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, വികസന നടപടികൾ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മഹാദുരന്തം നമുക്ക് നേരിടേണ്ടി വന്നത്. ഏറ്റവും വലിയ പ്രളയം, മഹാമാരി. ആ പ്രളയം ഒട്ടേറെ നാശനഷ്ടങ്ങൾ നമുക്കുണ്ടാക്കി. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കാണിച്ച ഒരു ജാഗ്രതയുണ്ട്, ആ പ്രളയത്തെ നേരിട്ടൊരു രീതിയുണ്ട്. നാം എല്ലാവരും ഐക്യത്തോടെ ഒരുമയോടെ ആ ദുരന്തത്തെ അതിജീവിക്കാൻ നടത്തിയ ശ്രമം അതെല്ലാവരും ശ്രദ്ധിച്ചു, രാജ്യം ശ്രദ്ധിച്ചു, ലോകം ശ്രദ്ധിച്ചു. അവർ നമ്മളെ പ്രശംസ കൊണ്ട് മൂടി, എല്ലാവരും പ്രശംസിച്ചു. ആ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ചില പ്രത്യേക മാനസികാവസ്ഥക്കാർ ഈ പ്രശംസ ഇഷ്ടപ്പെട്ടില്ല, ഇതെങ്ങനെയെങ്കിലും മാറ്റണം എന്ന് കണ്ടു. അതിനവർ ഒരു കഥ പടച്ചുണ്ടാക്കി. അവർ പറഞ്ഞു, ഇത് പ്രകൃതി ദുരന്തമല്ല, ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, മനുഷ്യ സൃഷ്ടിയാണ്, സർക്കാരാണ് ഉത്തരവാദി. നിയമസഭയിലും പറഞ്ഞു, പുറത്തും പറഞ്ഞു. നിയമസഭയിലും പുറത്തും അതിന് മറുപടിയും പറഞ്ഞു. പിന്നെ അവരുടെ നാക്ക് അനങ്ങിയിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പായപ്പോൾ കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി വീണ്ടും ചില വാദഗതികളുമായി
വരികയാണ്.